എല്ലാവർക്കും നമസ്കാരം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ തീർച്ചയായിട്ടും അവർക്കൊരു കൈത്താങ്ങാകുന്നത് അധ്യാപകരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മെന്റർമാരാണ്. എൻട്രിയുടെ ഓരോ ബാച്ചുകളുടെയും പ്രത്യേകത ഞങ്ങൾ കൊടുക്കുന്ന മെന്റർഷിപ്പ് തന്നെയാണ്, പ്രത്യേകിച്ചും ഗോൾഡ് ബാച്ചുകൾക്ക്. ഗോൾഡ് ബാച്ചുകളിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്തുകൊണ്ട് വരുന്നു, ഏറ്റവും കൂടുതൽ റാങ്ക് ജേതാക്കൾ എന്തുകൊണ്ട് ജനിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം അധ്യാപകരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മെന്റർമാർ തന്നെയാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ ഗോൾഡ് ബാച്ചിൽ കൊടുക്കുന്ന ആ മെന്റർഷിപ്പ് സംവിധാനം, എന്തൊക്കെയാണ് കുട്ടികൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മെന്റേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള വിനീമിസ് ആണ്. വിനീമിസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 5 വർഷത്തിലധികമായിട്ട് നമ്മുടെ എൻട്രിയോടൊപ്പം ഉണ്ട്. ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു മെന്ററാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് മിസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണുള്ളത്. മിസ്സിന്റെ കയ്യിൽ നിന്ന് നമുക്കിന്ന് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, എന്താണ് എൻട്രിയുടെ ഗോൾഡ് ബാച്ചുകളിലെ മെന്റർഷിപ്പ് സംവിധാനം എന്നുള്ളത്. അപ്പൊ മിസ്സേ നമസ്കാരം. നമസ്കാരം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, എനിക്ക് തോന്നുന്നു എൻട്രി ആണ് ആ ഒരു ഓൺലൈൻ കോച്ചിങ് സംവിധാനത്തിൽ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ എൻട്രി ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഒരു മെന്റർഷിപ്പ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിരുന്നത്, ഓൺലൈനാണ്, നമ്മൾ അധ്യാപകർ ഒരു സൈഡിലാണ്, ഉദ്യോഗാർത്ഥികൾ മറ്റൊരു സൈഡിലാണ് ഇരിക്കുന്നത്. ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ലിങ്കാണ്, ശരിക്കും ഒരു പാലമാണ് ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. മിസ്സിന് എന്താണ് ഒരു മെന്റർഷിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മിസ് പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം PSC തുടക്കക്കാരായിട്ട് ഉള്ളവരായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവരൊരു 2 വർഷത്തിനുള്ളിൽ നമ്മുടെ അടുത്ത് നിന്ന് അഡ്വൈസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വളർച്ചാ ഘട്ടം, പിന്നെ അവർക്ക് ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ മെന്റേഴ്സാണ്. ഇവർ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചേരുന്നതാണ്. പക്ഷേ അവർക്ക് പലപ്പോഴും മറ്റ് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ കോളേജിൽ അക്കാഡമിക്ക് പഠിക്കുന്ന പോലെയല്ല, ഒരു 4 ദിവസം പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്, തുടക്കക്കാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഇവർ 4 ദിവസം പഠിക്കാതായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെന്റേഴ്സ് ചോദിക്കും എന്തുകൊണ്ടാണ് ക്ലാസ്സുകൾ കാണാഞ്ഞത്. നമ്മൾ ബാച്ച് റിപ്പോർട്ട് നോക്കുമ്പോൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല, എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, എന്ത് പറ്റി? അപ്പോൾ ഒന്നുകിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമായിരിക്കും, ഹോസ്പിറ്റൽ കേസ് ആയിരിക്കും, അത് അങ്ങനെയുള്ള എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. അപ്പോൾ പറയും എനിക്കിനിപ്പോൾ എവിടുന്ന് പഠിച്ചു തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്ന് ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അവരോട് നമ്മൾ ഇഷ്ടപ്പെട്ടതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഒന്നുകിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ സ്റ്റാർട്ട് ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ചിലർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലായിരിക്കും, അങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് വരാനായിരിക്കും. അപ്പോൾ അങ്ങനെ അതിലൊന്ന് തുടങ്ങുക. എന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ ടൈം ടേബിൾ, അവരിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പോൾ സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നുണ്ട്, Day 1 Day 2 അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ ഇവരൊരു 30 days വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ആയിട്ട് ഇപ്പോൾ സ്റ്റഡി പ്ലാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 75th ഡേ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ പെൻഡിങ് ആണല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോൾ ഇത്രയും ഡേയ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് പഠിക്കുക. ഈ ഹോട്ട് ടോപ്പിക്കുകൾ മാത്രമായിട്ട് നമ്മൾ ഇവർക്കൊന്ന് കൊടുക്കും. അപ്പോൾ ഇത് പഠിച്ച് എന്നിട്ട് അതിൻ്റെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 year പ്ലാൻ ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും 5 year പ്ലാൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവരെയും കൊണ്ട് കുറച്ച് ഹോട്ട് ടോപ്പിക്കുകൾ പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും. അങ്ങനെ അവരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എപ്പോഴും ഈ പ്രധാനപ്പെട്ട നിങ്ങളിപ്പോൾ ഇത്ര ഡേയ്സിൽ ഇന്ന ടോപ്പിക്കുകൾ മാത്രം പഠിക്കുക എന്ന് പറയും. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, പ്രത്യേകിച്ച് 10th 12th ഡിഗ്രി എല്ലാം ഈ നല്ല വെയിറ്റേജ് ഉള്ള ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ അങ്ങനെ പറയില്ല, മാക്സിമം എല്ലാം കവർ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ഇപ്പം ഇവർ പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ സെറ്റ് ഇവർക്ക് ഡെയിലി വർക്കൗട്ടിന് കൊടുക്കും. പഠിച്ചു കഴിഞ്ഞ് മാറ്റി വെക്കുകയല്ല, ഡെയിലി 10 ചോദ്യങ്ങൾ വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്റ്റഡി പ്ലാനിൽ ഇവർക്ക് അവൈലബിൾ ആണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മലയാളമൊക്കെ നമ്മളൊരു 50 days കൊണ്ടൊക്കെ മലയാളം കംപ്ലീറ്റ് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ തുടങ്ങി ഒരു 60 days കൊണ്ടൊക്കെ മലയാളം കവർ ചെയ്യും. പിന്നെ അപ് ടു എക്സാം വരെ മലയാളത്തിന്റെ പ്രാക്ടീസ് ആയിരിക്കും. പിന്നെ ശ്രീനിധി സാർ ആണെങ്കിൽ മലയാളം ലൈവ് ക്ലാസ്സുകൾ വരുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ ഉണ്ടായിരിക്കും സാറിന്റെ ലൈവും വരുന്നത്. അപ്പോൾ ആദ്യമേ ഈ എന്താ പറയുക സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നവർക്ക് പിന്നെ
പരീക്ഷ വരെ അതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരിക്കും കിട്ടുന്നത്. ഇംഗ്ലീഷും അതേപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് നമ്മളൊരു ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളും ലൈവിൽ കൂടുതൽ ടിപ്സ് ക്ലാസ്സുകളും അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ? ആ ടൈം ടേബിളിനെ ഫോക്കസ് ചെയ്ത് കുട്ടികൾ പഠിച്ചു പോവുക. എവിടെങ്കിലും ആരെങ്കിലും പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുക തന്നെയല്ല, പിന്നെ ആഴ്ചയിലും മെന്റേഴ്സിന്റെ സൈഡിൽ നിന്ന് റിവ്യൂ മീറ്റിങ്ങുകളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് മാർക്ക് ലിസ്റ്റ് കൊടുക്കുമല്ലോ, ഇപ്പൊ റിവിഷൻ എക്സാംസ് ഒക്കെ നടത്തിയിട്ട്, അപ്പം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പല മെന്റേഴ്സും പല രീതിയിലാണ്. ചിലപ്പോൾ ചിലരാണെങ്കിൽ അവർ മെസ്സേജസിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഗ്രൂപ്പിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ അവർ ഇതേപോലെ റിവ്യൂ മീറ്റിങ്ങിൽ പിന്നെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരും പിന്നെ എക്സാംസ് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് പറയുമ്പോൾ ചിലർക്ക് അതൊരു വിഷമം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഗ്രൂപ്പിലും ആ ഒരു റെക്കഗ്നിഷനൊക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകും. നമ്മൾ എപ്പോഴും അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അവരൊറ്റയ്ക്കല്ല എന്നൊരു തോന്നല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എനിക്ക് മനസ്സിലായ ഒരു സംഭവം അതാണ്. ഞാനൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്തും ഈ കൂടെ ഒരാള്, നമുക്കിപ്പോ ടീച്ചേഴ്സിനെ പോലെ തന്നെ കൂടെ ഒരാൾ എപ്പോഴും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അത് നമ്മളോട് കുട്ടികൾ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒന്ന് എക്സ്പെക്ട് ചെയ്താണ് ഗോൾഡ് ബാച്ചിലേക്ക് വന്നിരിക്കുന്നതെന്ന് തന്നെ പറയാറുണ്ട്. നമ്മുടെ മീറ്റപ്പുകൾക്കൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ പറയുന്നത് മെന്റേഴ്സിന്റെ പേര് എടുത്തു പറയുന്നുണ്ട് അവര്. നമ്മള് മെന്റർഷിപ്പിന് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് 24/7 നമ്മുടെ മെന്റേഴ്സ് അവൈലബിൾ ആണെന്നാണ്. അപ്പോൾ ടീച്ചേഴ്സിനെ പോലെ തന്നെ മെന്റേഴ്സിനും നമുക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട്. അതിനൊക്കെ അപ്പുറത്താണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കാണുന്നതെന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇപ്പോൾ എനിക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും വരുന്നൊരു യാത്രയാണ് കോമ്പറ്റീറ്റീവ് എക്സാം. നമ്മൾ ആ ഡേ 1 തൊട്ട് നമ്മുടെ കയ്യിൽ അഡ്വൈസ് കിട്ടി, നമ്മൾ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി പോകുന്ന ആ ദിവസം വരെ ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മിസ്സിൻ്റെ എക്സ്പീരിയൻസ്, മിസ് ഇപ്പോൾ 5 വർഷത്തിലധികമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ ഇമോഷണലി പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ കേസൊക്കെ ആയിരിക്കും അല്ലെ, തുടക്കക്കാരായിട്ട് വന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലം അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ചിലർ എനിക്ക് തോന്നുന്നു ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നവർ പോലും നല്ല രീതിയിൽ വിജയിച്ചു മുന്നേറി പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു കരുതൽ എങ്ങനെയാണ്? എനിക്ക് ശരിക്കും അങ്ങനെ പറയാൻ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ബാച്ചിൽ ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ് 2 പേരാണ് സർവീസ് സെക്ടറിൽ കയറിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് തോമസ് എന്ന് പറഞ്ഞ തോമസ് LDC റാങ്ക് ഹോൾഡർ ആണ്, ഇപ്പോ കാസർഗോഡാണ് വർക്കിംഗ് ആണ്. അതെ. അപ്പോൾ തോമസിന്റെ കാര്യം പറയാനാണെങ്കിൽ അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഒറ്റയ്ക്കാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് പഠിച്ചത്. ഒരു ടീച്ചറാണ് എൻട്രിയിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ എൻട്രി ഫ്രീ ഓഫ് കോസ്റ്റിലാണ് തോമസിന് കൊടുക്കുന്നത്. എൻട്രി ഗീവിന്റെ ആ ഒരു സംഭവമായിരുന്നു. അത് തന്നെ. അപ്പോൾ അങ്ങനെ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിരന്തരം. അപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ പരീക്ഷകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ പരീക്ഷകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആള് നിരന്തരം ക്ലാസ്സുകൾ കേട്ട് പഠിക്കുകയാണ്. അപ്പം അത്രയധികം പ്രതിസന്ധികൾ വരുമ്പോഴും പിന്നെ എന്നോട് ചോദിക്കും, ഏറ്റവും ഇതേപോലെ ഏത് ക്ലാസ്സുകളാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അങ്ങനെ ക്ലാസ്സുകൾ മാത്രം അയച്ചു കൊടുക്കുകയാണ്. ഈ പറയുന്ന പോലെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തതായിട്ട് പ്രദീപ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ്. പ്രദീപ് ആണെങ്കിൽ LGS സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡിഗ്രി ലെവൽ ജോലിയാണ് ചെയ്യുന്നത്. അതൊരു വലിയ ചേഞ്ച് ആണ് അത് ശരിക്കും. ഇനിയിപ്പോ അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റി PROയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനിലും ആണ് ഇപ്പോഴുള്ളത്. പ്രദീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഒരു ഉയർന്ന റാങ്കിലേക്ക് പോകാതെ പോകുന്നത് എനിക്ക് കണക്കിന് മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. കണക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ള മേഖലയാണ്. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും കണക്കിന് സഹായിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ആൾക്കറിയില്ല, ഞാൻ എൻ്റെ വിഷയം കണക്കാണെന്ന് അറിയില്ല. എൻട്രിയിൽ ആരെയും കൊണ്ടെങ്കിലും എനിക്ക് എന്നെ ഒന്ന് കണക്ക് പറഞ്ഞു തരാനെ കൊണ്ട്. കാരണം കണക്കിൻ്റെ മാത്രം ക്ലാസ് കേൾക്കുമ്പോൾ ഇപ്പോൾ അധ്യാപകർ പറയില്ല, ഇത് താഴേക്ക് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കിത് കാണാൻ പറ്റാത്തത് കൊണ്ട്, ബോർഡിൽ എഴുതി ചെയ്യുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ കണക്ക് ഒഴിവാക്കി വിടുകയായിരുന്നു പ്രദീപ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആളുടെ
പരീക്ഷയിൽ റാങ്കിൽ വരുമ്പോൾ ഒരു ആദ്യത്തെ ഇവരിപ്പോൾ ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ആദ്യത്തെ ഒരു 10 റാങ്കിലെങ്കിലും വരുമ്പോഴായിരിക്കും ഇവർക്ക് അഡ്വൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെ റാങ്കിൽ പിന്നിലായതുകൊണ്ട് എനിക്ക് മുന്നിലുള്ളൊരു റാങ്ക് വേണം, അപ്പോൾ എനിക്ക് കണക്ക് പഠിച്ചെങ്കിലേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഓൺലൈനാണ്, നമ്മൾ എങ്ങനെ സഹായിക്കും, അത് മാത്സ് പോലൊരു വിഷയം. അപ്പോൾ എന്നിട്ട് എനിക്ക് നമ്മുടെ ഒരു വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 to 6 ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ടൈം. ഈ ഒരു വർക്കിംഗ് ടൈമിൽ എനിക്ക് ഒരു 1 hour എടുക്കാനും എനിക്കില്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു നമുക്കൊന്ന് ഏർലി മോർണിംഗ് ഒന്ന് ഇരുന്ന് നോക്കിയാലോ. എനിക്കും ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതേപോലെ എഴുതി പഠിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 4:30 തൊട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. എൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് ഡേ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ ആൾക്ക് പറഞ്ഞു ക്വസ്റ്റ്യൻ മാത്രം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണടച്ചിരുന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ മൈൻഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, കണ്ണടച്ചിരുന്ന് ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അവരുടെ അവസ്ഥയുമായിട്ടൊന്ന് അതെ, അതല്ലാണ്ട് ഞാനിപ്പം ഇരുന്ന് എഴുതുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിങ്ങനെ ആ ഒരു രീതിയിൽ പറയാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ ഏകദേശം 2.5 മാസത്തോളം ഞങ്ങൾ കണക്ക് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്തു. പരീക്ഷയ്ക്ക് മുന്നേ 2.5 മാസം കൊണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ പ്രദീപ് എന്നുള്ള വ്യക്തി നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളായിരുന്നു. എന്നിട്ട് ഞാൻ ഹോംവർക്കുകൾ കൊടുക്കുന്നതും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് പഠിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അന്നത്തെ ഡിഗ്രി ലെവൽ എക്സാം അങ്ങനെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ ഡിഗ്രി ലെവൽ ജോബിലാണ് വർക്ക് ചെയ്തുകൊണ്ട് സർവീസിലുണ്ട്. അപ്പോഴാണ് ഇനിയിപ്പോ അടുത്ത യൂണിവേഴ്സിറ്റി PRO ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് കുറെയാണ്. അപ്പോൾ മിസ് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ശാരീരിക വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള സ്റ്റുഡൻസ് പോലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജേർണിയിൽ പോലും അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഓരോ മെന്റേഴ്സിനും കഴിയുന്നു എന്നുള്ളത് മിസ്സിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ തോമസും പ്രദീപും ഒക്കെ അതിൽ 1-2 വ്യക്തികൾ മാത്രമാണ്. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലേ മിസ്? തീർച്ചയായിട്ടും ഒരുപാട്. അവരോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. എനിക്ക് തോന്നി കുട്ടിക്കാലത്ത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചപ്പോൾ ക്ലാസ് ടീച്ചർമാരോട് ഒരു അമ്മയെ പോലുള്ള ബന്ധം അത് തന്നെയായിരിക്കും ശരിക്കും ഓരോ മെന്റേഴ്സിനോടും തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മെന്റർഷിപ്പ് നമ്മളിപ്പോൾ ഈ രാവിലെ തൊട്ട് മിസ് ഇപ്പോൾ പറഞ്ഞു 9 to 6 ആണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു. അത് ശരിക്കും നമുക്കൊരു ഒഫീഷ്യൽ വർക്കിംഗ് ടൈം ആണ്. തീർച്ചയായിട്ടും 9 മണിക്ക് മുൻപും 6 മണിക്ക് ശേഷവും അവരോടൊപ്പം ഉണ്ടായിരിക്കേണ്ട അവസ്ഥകളുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് പഠിക്കുന്നവർ കൂടുതലും ജോലി ചെയ്യുന്നവരോ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നവരോ ആണ്. അവരേറ്റവും കൂടുതൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം അത് രാവിലെയുള്ള സമയങ്ങളോ രാത്രികളിലോ ആയിരിക്കും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അവർക്കൊരു ഡൗട്ട് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഈ 5 AM ക്ലബ്ബ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നല്ലേ ഉള്ളത് തന്നെയാണ്. കാരണം എക്സാമിന് ഒരു 3 മാസം 4 മാസം ഒക്കെ അപ്പോഴത്തേക്കാണ് ഈ ഉദ്യോഗാർത്ഥികൾ വളരെ ഏത് സമയത്തും അവർ പഠിക്കാൻ വിളിച്ച് റെഡി ആവുന്നത്. അതുകൊണ്ട് ഏർലി മോർണിംഗിൽ നമ്മൾ അവർക്കൊരു കമ്പൈൻ സ്റ്റഡി പോലെയുള്ള ഒരു സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ PSC പഠിക്കുന്ന പിള്ളേർ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പൈൻ സ്റ്റഡി, ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ആപ്പിനുള്ളിൽ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ തന്നെ ഈ കമ്പൈൻ സ്റ്റഡിക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റഡി പ്ലാനിൽ തന്നെ നമുക്ക് ലൈവ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പൊ ഇവര് ലൈവില് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൂടുതലും കറണ്ട് അഫേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആ ഒരു ടൈമിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ശരി. അപ്പൊ മിസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു നീണ്ട പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ബാച്ചിലുള്ള കുട്ടികളൊക്കെ തന്നെയും മറ്റ് റെക്കോർഡഡ് ബാച്ചിലെ കുട്ടികളും റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നുണ്ട്. എന്നാലും ഗോൾഡ് ബാച്ചിലെ കുട്ടികൾ ഉയർന്ന റാങ്കുകളിൽ പെട്ടെന്ന് എത്തുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ മെന്ററിങ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ, അതിപ്പോൾ അക്കാഡമിക്കലി മാത്രമല്ല ഇമോഷണലി അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും അവർ എന്താ പറയുന്നത്, അവരൊരു സഹായത്തിന് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ഓടി വരുന്നത് മെന്റേഴ്സിന്റെ അടുക്കലായിട്ടാണ്. പ്രത്യേകിച്ചും അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേര് നമ്മളോടൊപ്പം ഉണ്ട്. അവർക്കാണ് ചിലപ്പോൾ ഒരുപാട് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഒന്നും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് എല്ലാത്തിനും മികച്ച മാർക്ക് വാങ്ങിക്കൂട്ടിയിട്ട് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബിനിയായി പോയപ്പോൾ തൻ്റെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ മെന്റേഴ്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? മിസ്സിനോട് പറയാനാണെങ്കിൽ ഇപ്പൊ മിസ് പറഞ്ഞല്ലോ അക്കാഡമിക്കലി നല്ല രീതിയിൽ പഠിച്ചിട്ട് വന്നിട്ട്
ഇപ്പം അവർക്ക് എന്താ പറയാ ഒരു ഏണിങ്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു എമൗണ്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുള്ള നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഗോൾഡ് ബാച്ചിൽ ഇപ്പൊ മെന്റേഴ്സ് ഒരു അവർക്കൊരു പ്രൊഫഷണൽ കൗൺസിലർ ആകാൻ കഴിയില്ല എങ്കിലും അവരുടെ മാക്സിമം അവർ കേൾക്കുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡ് ബാച്ചിൽ ഇപ്പം കൗൺസിലിംഗും കൂടി പ്രൊവൈഡ് ചെയ്യും. മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് തന്നെ മെന്റേഴ്സ് അല്ല, നമ്മുടെ എൻട്രിയിൽ തന്നെ നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അത് അവർ തന്നെ നമ്മുടെ ഈ വീട്ടമ്മമാര് തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അല്ല, അവരുടെ വിഷമങ്ങൾ നമ്മൾ കേട്ടിട്ട് അവർക്കൊരു കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ നമ്മൾ അവർക്ക് ഒരു കൗൺസിലിംഗും കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ശരി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് 30-കളിലോ 20-കളിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും സ്കൂൾ കുട്ടികളെ പരിചരിക്കുന്നത് പോലെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതെ. അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു ഒരാളുടെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയും പുറകിൽ നിന്നൊരു പുഷ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, പുറകിൽ നിന്നൊരു പിൻബലം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നി മീറ്റപ്പുകൾക്കൊക്കെ വരുന്ന സ്റ്റുഡൻസ് എടുത്തു പറയുന്നത്, നമ്മൾ ഇന്റർവ്യൂകളിൽ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ എടുത്തു പറയുന്ന അധ്യാപകരോടൊപ്പം തന്നെ നിൽക്കുന്ന മെന്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു സഹോദരിയായിട്ട് എനിക്ക് മെന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപകനാണ്. അവരെക്കാൾ അധികം ഒരു സഹോദരിയായിട്ടോ ഒരു മൂത്ത ചേച്ചി അല്ലെങ്കിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനം ഈ കരുതലും വാത്സല്യം ഒക്കെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. മിസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മെന്റർ എന്നോട് പറഞ്ഞതാണ്, എക്സാം ഒക്കെ കഴിഞ്ഞു, അവരുടെ ആ ഒരു ബാച്ച് കഴിഞ്ഞു, ആ കുട്ടി എന്നിട്ട് ലാബർ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ മെന്ററിനെ വിളിച്ചു. ശരി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയോട് തോന്നുന്ന അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുണ്ട് നമ്മുടെ ഒരു മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബാച്ച് കഴിഞ്ഞു, ജോലി കിട്ടി പോയവര് ഇതിന് ശേഷം വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ജോലി കിട്ടിയിട്ട് മിസ്സിനോട് പറയാനാണെങ്കിൽ മറ്റേ എന്താ പറയാ ആമസോണിന്റെ മറ്റേ ഗിഫ്റ്റ് വൗച്ചർ വരെ അയച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. അത്രത്തോളം സ്നേഹമുള്ളവരുണ്ട് അല്ലേ? അപ്പൊ ഇപ്പോഴും പല സ്റ്റുഡൻസുമായിട്ട് ആ ഒരു ബന്ധം അതേപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ? പറയുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും സബ് ഇൻസ്പെക്ടർമാരുള്ള മെന്റർ തന്നെയാണ് ഞാൻ. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും ഒരു ശിഷ്യ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലേ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഇതുപോലെ വിനീമിസിനെ പോലെ ഒരു 100 മെന്റർമാരുടെ പേര് പറയാനായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവും. അപ്പോൾ എൻട്രിയുടെ ഓരോ ഗോൾഡ് ബാച്ചിലും നമ്മുടെ മെന്റർമാർ ഇങ്ങനെ സദാ അവർ ഉണർന്നിരിക്കുകയാണ്. എപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന അക്കാഡമിക്കലായാലും നോൺ അക്കാഡമിക്കലായാലും ഇനി അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ, അവരെ കൊണ്ടാവുന്ന വിധം ഒരു സൊല്യൂഷൻ നൽകാനായിട്ട്. ഇനി അതിലും പറ്റാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മിസ് പറഞ്ഞതുപോലെ തന്നെ എൻട്രിയിൽ ഗോൾഡ് ബാച്ചുകളിൽ കൗൺസിലിംഗ് സംവിധാനം വരെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡ് ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ 1000 കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ മെന്റർമാരുടെ ഈ ഒരു കഥ പറച്ചിൽ ഇവിടെ തീരുന്നില്ല. ഇനി നമ്മൾ വരാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഈ മെന്റർമാരെ കാണാൻ വരുന്ന അവസരങ്ങളായിരിക്കും. മിസ് തന്നെ പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞു പോയതിന് ശേഷം പോലും ഇവരുമായി അത്രയും ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ മെന്റർഷിപ്പുകളുടെ കഥകളൊന്നും ഇവിടെ തീരുന്നില്ല. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സഹായം നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ എൻട്രി അതിന് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലേ മിസ്സേ? തീർച്ചയായിട്ടും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെയും എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു പറ്റ മെന്റർമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു മിസ്സേ. താങ്ക് യു.